Hi students, so we are going to start our first unit in optics, interference due to division of wavefront. ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇൻ്റർഫറൻസിനെ കുറിച്ചൊന്നുമല്ല, ജനറലി അബൌട്ട് ലൈറ്റ്, അതായത് ഒപ്റ്റിക്സ് പഠിക്കാൻ നമുക്ക് ആവശ്യമായ ചില ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, അതാണ് നമ്മളിപ്പോൾ ഈ സെഷനിൽ പഠിക്കാൻ പോണത്. ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസ്. സോ ലെറ്റ് us begin. First, what are light waves? എന്താണ് ലൈറ്റ് വേവ്സ് എന്നുള്ളത്? A light wave is a harmonic means പീരിയോഡിക്കായി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ റിപ്പീറ്റ് ചെയ്യുന്ന വേവ്സിനെയെല്ലാം നമ്മൾ ഹാർമോണിക് വേവ്സ് എന്ന് പറയുന്നു. അപ്പോൾ ലൈറ്റ് വേവ് ഇസ് എ ഹാർമോണിക് വേവ്. ഹാർമോണിക് എന്ത് തരം വേവ്? ഇറ്റ്സ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കൺസിസ്റ്റിംഗ് ഓഫ് പീരിയോഡിക്കലി വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് which are oscillating at right angles to each other and also at right angles to the direction of propagation. അതായത് ലൈറ്റ് വേവ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ഇതിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ YZ പ്ലെയിനിൽ, ഈ വരച്ചിരിക്കുന്ന ഫിഗർ പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ YZ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ XZ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ വേവ് ഈസ് പ്രോപ്പഗേറ്റിംഗ് എലോങ് ദി Z ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ വേവ് പ്രോപ്പഗേറ്റ് ചെയ്യുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, ആൻഡ് വേവ് ഈസ് പ്രോപ്പഗേറ്റിംഗ് എലോങ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റേഴ്സിൻ്റെ വൈബ്രേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത്. സോ ലൈറ്റ് വേവ് ഈസ് എ ഹാർമോണിക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കൺസിസ്റ്റിംഗ് ഓഫ് പീരിയോഡിക്കലി വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഓസിലേറ്റിംഗ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ. പിന്നെ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ഹൗ ഡു യു റെപ്രസെൻറ്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ് മാത്തമാറ്റിക്കലി? യു നോ any wave is represented using the equation y is equal to capital A sin kx minus omega t. അതായത് y എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻ ദി മീഡിയം ആവാം. എന്താണോ അവിടെ വേരി ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റാണ് y വെച്ചിട്ട് കാണിക്കുന്നത്. y is equal to നമുക്കറിയാം A sin ബ്രാക്കറ്റിൽ kx മൈനസ് ഒമേഗ ടി. അതാണ് ഒരു വേവിൻ്റെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ അവർ ലൈറ്റ് വേവ് ഓൾസോ ഷുഡ് ഹാവ് എ സിമിലർ ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ കൃത്യമായിട്ട് എഴുതുക? ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് വേവിൽ ഹൂ ഈസ് അണ്ടർഗോയിങ് ദി വൈബ്രേഷൻ അണ്ടർഗോ ചെയ്യുന്നത് ഒന്നുകിൽ ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ ആണ്. അവിടുത്തെ വേരിയിങ് ക്വാണ്ടിറ്റി, അതായത് നമ്മുടെ വൈ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഒരു വേവിൽ എന്ത് വസ്തുവാണോ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ വേരി ചെയ്യപ്പെടുന്നത്, അതാണ് വൈ കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റാണ് വൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, അതിൻ്റെ വേരിയേഷനാണ് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കോ മാഗ്നറ്റിക് ഫീൽഡോ ആണ്. സോ ലൈറ്റ് വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് E is equal to E0 sin kz minus omega t. എന്തുകൊണ്ട് kz? ബിക്കോസ് ദി വേവ് ഈസ് പ്രോപ്പഗേറ്റിംഗ് അലോങ് ദി Z ഡയറക്ഷനിലാണ് വേവ് പ്രോപ്പഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈസ് ഈക്വൽ ടു E0 sin kz minus omega t, or you can give it as B is equal to B0 sin kz minus omega t also. But we usually represent a light wave in terms of electric field because most of the processes involves light and electric field, like a photoelectric effect. So we normally represent the light vector in the form of an electric field vector or light vector or optic vector. Light വേവിൻ്റെ വെക്ടറിനെ നമ്മൾ വെക്ടർ E എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ആൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ്, ഈ ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ പറയുന്ന പേര് ലൈറ്റ് ഫീൽഡ്, ഒപ്റ്റിക്കൽ ഫീൽഡ്, റേഡിയേഷൻ ഫീൽഡ്, വേവ് ഫീൽഡ് എന്നൊക്കെയാണ് ആ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ വിളിക്കുക. അപ്പോൾ ഒരു ലൈറ്റിനെ മാത്തമെറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാനുള്ള രീതി E is equal to E0 sin kz minus omega t. ഇനി ദിസ്
അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടണമെന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. എന്താ ഇൻഫർമേഷൻ കിട്ടുക? ഫസ്റ്റ് ഇൻഫർമേഷൻ, ലൈറ്റ് വേവ് ഇസ് പ്രോപ്പഗേറ്റിംഗ് അലോങ് ദ സെഡ് ആക്സിസ് വിത്ത് എ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു എന്താ ഇവിടുത്തെ ഫ്രീക്വൻസി? ω/2π. ഒമേഗ പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്. അപ്പോൾ ω/2π എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസിയിലാണ് നമ്മുടെ ലൈറ്റ് വേവ് സെഡ് ഡയറക്ഷനിൽ പ്രോപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Now, what are the waves propagating with a constant frequency called? ഒരേ ഫ്രീക്വൻസി, കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൽ പ്രോപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദേ ആർ കോൾഡ് മോണോക്രോമാറ്റിക് വേവ്സ്. മോണോ മീൻസ് സിംഗിൾ, ക്രോം മീൻസ് കളർ. ഒരേ കളറിലുള്ള വേവ്, ഒരേ കളറിനെ ആര് ഡിസൈഡ് ചെയ്യണു? വേവ് ലെങ്ത്തോ ഫ്രീക്വൻസിയോ. അപ്പോൾ സെയിം ഒറ്റ കളറിലുള്ള ഒറ്റ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഒറ്റ വേവ് ലെങ്ത്തിലുള്ള വേവ്സിനെ നമ്മൾ എന്ത് പറയും? ദേ ആർ കോൾഡ് മോണോക്രോമാറ്റിക് വേവ്സ്. എക്സാമ്പിൾ, നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന സോഡിയം വേപ്പർ ലാമ്പ്. ഇറ്റ് ഹാസ് എ വേവ് ലെങ്ത് ഓഫ് 5893 ആങ്സ്ട്രം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ, ദ വേവ് ഈസ് പ്രോപ്പഗേറ്റിംഗ് അലോങ് ദ സെഡ് ഡയറക്ഷൻ വിത്ത് എ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു ω/2π. രണ്ടാമത്തത്, ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എ ഹാർമോണിക് വേവ്, അതായത് പീരിയോഡിക്കായി വേരി ചെയ്യുന്ന ഒരു വേവാണ്. സമയം അനുസരിച്ച് അതിങ്ങനെ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേവാണ്. ഇക്വേഷൻ 1 റെപ്രസെൻറ്റ്സ് എ ഹാർമോണിക് വേവ് which extends from -infinity to +infinity. Z ഈക്വൽ ടു -infinity മുതൽ +infinity വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു വേവാണ് ഇതെന്ന്. അതാണ് രണ്ടാമത്തെ ഇൻഫർമേഷൻ. മൂന്നാമത്തത്, ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എ പ്ലെയിൻ വേവ് ആൻഡ് ദ വേവ് ഫ്രണ്ട് ഓഫ് ദിസ് വേവ് ഈസ് നോർമൽ ടു ദി സെഡ് ആക്സിസ്. അപ്പോൾ ഇത് ഒരു പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷൻ കൂടിയാണ്. ഇതൊരു സ്പെരിക്കൽ വേവ് അല്ല, എലിപ്റ്റിക്കൽ വേവ് അല്ല, ഇങ്ങനെയൊന്നുമല്ല. ഇറ്റ് ഈസ് എ പ്ലെയിൻ വേവ് ആൻഡ് ദ വേവ് ഫ്രണ്ട് ഓഫ് ദിസ് വേവ് ഈസ് നോർമൽ ടു ദ സെഡ് ആക്സിസ്. എപ്പോഴും നമ്മൾ വേവ് ഫ്രണ്ടിനെ വരയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പാരലൽ ഇങ്ങനെ ലൈറ്റ് റേസ് പോവുകയാണെങ്കിൽ അതിൻ്റെ വേവ് ഫ്രണ്ട് എങ്ങനെയാണ് ഉണ്ടാവുക? ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ദി വേവ്. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു പ്ലെയിൻ വേവാണ്. അപ്പോൾ ആ പ്ലെയിൻ വേവിൻ്റെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നോർമൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ദി വേവ് കേട്ടോ. അടുത്ത നാലാമത്തെ ഇൻഫർമേഷൻ, ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വൈബ്രേറ്റിംഗ് ഓർ ദ വൈബ്രേഷൻസ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? നമ്മുടെ പ്രീവിയസ് സ്ലൈഡിൽ ഇറ്റ് ഈസ് ലൈങ് ഇൻ ദി YZ പ്ലെയിൻ. ദ ഇലക്ട്രിക് വൈബ്രേഷൻസ് ആർ കൺഫൈൻഡ് ടു ദി YZ പ്ലെയിൻ. അതായത് ദിസ് വേവ് ഈസ് പ്ലെയിൻ പോളറൈസ്ഡ്. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ സാധാരണഗതിക്ക് ലൈറ്റിൻ്റെ ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവാം. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഹാസ് ഇറ്റ്സ് വൈബ്രേഷൻസ് കൺഫൈൻഡ് ടു ദി YZ പ്ലെയിൻ. സോ ഇറ്റ് ഈസ് കോൾഡ് എ പ്ലെയിൻ പോളറൈസ്ഡ് വേവ്. സോ ഹിയർ ദിസ് ലൈറ്റ് വേവ് ഇസ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വേവ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ. ആദ്യം ദ വേവ് ഇസ് പ്രോപ്പഗേറ്റിംഗ് അലോങ് ദി Z ഡയറക്ഷൻ വിത്ത് എ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ന്യൂ. രണ്ടാമത്തത്, ഇറ്റ് ഈസ് എ ഹാർമോണിക് wave traveling with having infinite extension from -infinity to +infinity. Then it represents a plane wave whose wavefront is perpendicular to the Z axis and the electric vector is vibrating in a particular plane. അതായത് YZ പ്ലെയിനിലാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ. അതായത് ഇറ്റ് ഈസ് എ പ്ലെയിൻ പോളറൈസ്ഡ് വേവ്. പോളറൈസ്ഡ് വേവ്, പോളറൈസേഷൻ അറിയാലോ. വേവ്സ് പോളറൈസേഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് ലിമിറ്റിംഗ് ദി വൈബ്രേഷൻ ഓഫ് ഓർഡിനറി ലൈറ്റ് ടു എ സിംഗിൾ പ്ലെയിൻ. ഒരു പ്ലെയിനിലേക്ക് വൈബ്രേഷനെ ലിമിറ്റ് ചെയ്യും. ഓർഡിനറി ലൈറ്റിന് ശരിക്കും എല്ലാ ഡയറക്ഷനിലും വൈബ്രേഷൻ പോസിബിളാണ്. അതായത് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യാം. പക്ഷേ ആ വൈബ്രേഷനുകളെ നമ്മൾ കട്ട് ചെയ്ത് ഒരു പ്ലെയിനിലേക്ക് മാത്രമാക്കി കഴിഞ്ഞാൽ പറയുന്നതാണ് പ്ലെയിൻ പോളറൈസ്ഡ് എന്ന്. മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ്. എന്താ വെച്ചാൽ ലൈറ്റ് വേവ് ട്രാവൽസ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി C is equal to 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ഇൻ എയർ ഓർ വാക്യൂം. അത് പക്ഷേ മറ്റ് മീഡിയങ്ങളിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി V ഡിക്രീസസ്. വെലോസിറ്റി മറ്റ് മീഡിയത്തിൽ കൂടെ ലൈറ്റ് പോകണതെങ്കിൽ വെലോസിറ്റി വിൽ ഡിക്രീസ് ആൻഡ് ദാറ്റ് വെലോസിറ്റി ഈസ് ഗിവൺ ബൈ V is equal to C/μ. മ്യൂ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ വെലോസിറ്റി ഇൻ ദി മീഡിയം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ V is equal to C/μ. ഹിയർ വി നോ V is equal to nu lambda and the velocity of the light wave decreases.
അപ്പോൾ ഒരു മീഡിയത്തിൽ കൂടെ പോകുമ്പോൾ വെലോസിറ്റി കുറയുമ്പോൾ എന്താ പറ്റണത്, വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് വേവ് ഡിക്രീസസ് ഇൻ ദി മീഡിയം. ഇവിടെ എയറിൽ ഇതാണ് അതിൻ്റെ വേവ് ലെങ്ത് എങ്കിൽ മീഡിയത്തിൽ ഇറ്റ് ഹാസ് എ സ്മോളർ വേവ് ലെങ്ത്. പക്ഷേ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോഴും ലൈറ്റ് വേവിൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റായി നിൽക്കും. അപ്പോൾ നമുക്കറിയാം V = ന്യൂ ലാംഡ എന്നാണ്. അപ്പോൾ ഫ്രീക്വൻസി ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോഴും കോൺസ്റ്റൻ്റായി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് ദ വെലോസിറ്റി കുറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആര് കുറയണം, വേവ് ലെങ്ത്ത് കുറയണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഒരു ലൈറ്റ് വേവിൻ്റെ വെലോസിറ്റി കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തും കുറയും, അതിൻ്റെ വേവ് ലെങ്ത്തും കുറയും. കാരണം എന്താ, വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിനെയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഫ്രീക്വൻസി മീഡിയം മാറിയാലും കോൺസ്റ്റൻ്റായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞാൽ ആര് കുറയണം, ദ വേവ് ലെങ്ത് മസ്റ്റ് റിഡ്യൂസ്ഡ്. പിന്നെ അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഫേസ്, വാട്ട് ഈസ് ഫേസ് ഡിഫറൻസ് ആൻഡ് വാട്ട് ഈസ് കൊഹിറൻസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ വാട്ട് ഈസ് ഫേസ് I had told you in the live class, it is used to specify the location of a point within a wave in terms of an angle. ഈ വേവിൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്ത പോയിന്റുകളെ സ്പെസിഫൈ ചെയ്യാൻ ഒരു ആംഗിളിലൂടെ സ്പെസിഫൈ ചെയ്യുന്ന രീതിയാണ് ഫേസ്. അപ്പോൾ അതാണ് ഫേസിൻ്റെ ഒരു ഉപയോഗം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. അപ്പം നമ്മളൊരു വേവിൻ്റെ വ്യത്യസ്ത പാർട്സിനെ ഒരു സർക്കിളിലെ ആംഗിൾസായി കമ്പയർ ചെയ്യുക, അതാണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഗിൻ ചെയ്യുമ്പോൾ വേവിൻ്റെ ഫേസ് 0, പിന്നെ അതൊരു ക്വാർട്ടർ ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഒരു 1/4 ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് π/2. അതായത് സർക്കിളിൽ 1/4 ദൂരം ട്രാവൽ ചെയ്താൽ ഉണ്ടാവുന്ന കവർ ചെയ്യപ്പെടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 90 ഡിഗ്രി. പിന്നെയും ഒരു 1/4 ദൂരം കൂടി ട്രാവൽ ചെയ്താൽ അവിടുത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 180 ഡിഗ്രി, ഒരു 1/4 ദൂരം കൂടി. പിന്നെ 1/4 ദൂരം ട്രാവൽ ചെയ്താൽ അത് 270 ആയി. പിന്നെ ഒരു 1/4 ദൂരം എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്തു സെയിം ഫേസിലേക്ക് 360 ഡിഗ്രി അല്ലെങ്കിൽ 0. അപ്പോൾ ഇവിടെ എയും ഇതാണ് എ ആൻഡ് സി, ഈ 2 പോയിൻറ്റ്സും ഒരേ ഫേസിലാണ്. വേറെസ് എയും ബിയും ഔട്ട് ഓഫ് ഫേസിലുള്ള പോയിൻറ്റ്സ്. അതെങ്ങനെ നിങ്ങൾക്ക് ഏതാ ഫേസ് ഏതാ ഔട്ട് ഓഫ് ഫേസ് എന്ന് മനസ്സിലാവുന്നത്? എ എന്ന് പറയുന്ന പോയിന്റിൽ വേവ് ഉയരാൻ ശ്രമിക്കുകയാണ്, അതേപോലെ തന്നെ സി എന്ന് പറയുന്ന പോയിന്റിലും വേവ് ഉയരാൻ ശ്രമിക്കുകയാണ്. സോ ദേ ആർ സിമിലർ പോയിന്റ്സ്, ദേ ആർ ഇൻ ഫേസ്. വേറാസ് എ എന്ന് പറയുന്ന പോയിന്റിൽ വേവ് ഉയരാൻ ശ്രമിക്കുന്നു, ബി എന്ന് പറയുന്ന പോയിന്റിൽ വേവ് താഴാൻ ശ്രമിക്കുന്നു. സോ ദേ ആർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്, ഈ 2 പോയിൻറ്റ്സ്. ഇനി അടുത്ത പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇറ്റ് ഈസ് ദി ലാഗ് ഇൻ ടൈം ബിറ്റ്വീൻ 2 waves മെഷേർഡ് ഇൻ ഡിഗ്രി, റേഡിയൻ ഓർ ഫ്രാക്ഷൻ ഓഫ് എ വേവ് ലെങ്ത്. അതായത് എത്രമാത്രം 2 വേവുകൾ തമ്മിൽ ഫേസിൽ ലാഗ് ഉണ്ട് അല്ലെങ്കിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അത് ഒന്നിൻ്റെ പുറകെ കിടക്കുന്നു എന്നുള്ളതാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദി ലാഗ് ഇൻ ടൈം ബിറ്റ്വീൻ 2 waves. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, യു ആർ കൺസിഡറിങ് 2 waves. 2 വേവിനെ അവിടെ കൺസിഡർ ചെയ്തു, ഫസ്റ്റ് വേവ് ആൻഡ് ദി സെക്കൻഡ് വേവ്, 2 waves ഹാവിങ് സെയിം ഫ്രീക്വൻസി സെയിം വേവ് ലെങ്ത്. രണ്ടാളുടെയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ഒക്കെ സെയിം ആണ്. അപ്പോൾ here the second wave is forward of the first by say 1/5 of a wavelength. ഈ വേവ് തുടങ്ങുന്നത് ഇവിടെയാണ്, പക്ഷെ രണ്ടാമത്തെ വേവ് അതിനേക്കാൾ ഒരു കുറച്ച് ദൂരം മുന്നെയാണ് നിൽക്കുന്നത്, ഇത്ര ദൂരം മുന്നിൽ. ആ ദൂരം ഒരു വേവ് ലെങ്ത്തിൻ്റെ 5/1 ഭാഗം λ/5 ആണ് എന്ന് കരുതുക. അപ്പോൾ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് ദൂരവ്യത്യാസം, λ/5 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ്, അത് പാത്ത് ഡിഫറൻസ് തന്നാൽ ഫേസ് ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനെ പാത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഒരു വേവിന് ഇത്ര നീളമുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ പാത്ത് എത്രയാണ്? 1 λ, വീണ്ടും λ, ഇറ്റ്സ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 2 λ. ഒരു വേവ് ഇത്ര മാത്രമേ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത്
path covered is simply lambda. അപ്പോൾ ഈ വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 2 lambda മൈനസ് ലാംഡ ഈക്വൽ ടു ലാംഡയാണ് അവിടുത്തെ പാത്ത് ഡിഫറൻസ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് ലാംഡ എന്ന് പറഞ്ഞാൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു എ ഫേസ് ഡിഫറൻസ് ഓഫ്, ഒരു ലാംഡ എന്ന് പറഞ്ഞാൽ എത്രയാണ് കവർ ചെയ്യപ്പെടുന്ന ഫേസ്? ലാംഡ കറസ്പോണ്ട്സ് ടു എ ഫേസ് ഓഫ് പൈ. അപ്പം നമുക്ക് ഏത് പാത്ത് ഡിഫറൻസ് എക്സ് തന്നാലും കറസ്പോണ്ടിങ് ഫേസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ഫേസ് കണ്ടുപിടിക്കുക? നമ്മൾ ഫേസിനെ ഡെൽറ്റ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ ദിസ് ഈസ് സിംപ്ലി റേഷ്യോ പ്രൊപ്പോർഷൻ. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു എക്സ്. ഏത് പാത്ത് ഡിഫറൻസ് തന്നാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കറസ്പോണ്ടിങ് ഫേസ്. രണ്ട് വേവ് തമ്മിൽ എത്ര പാത്ത് ഡിഫറൻസ് ഉണ്ടെങ്കിലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് ഇങ്ങനെ കണ്ടുപിടിക്കാം. കാരണം എന്താ? പാത്ത് ഡിഫറൻസ് ഓഫ് ലാംഡ കറസ്പോണ്ട്സ് ടു എ ഫേസ് ഡിഫറൻസ് ഓഫ് 2π. അപ്പോൾ ഏതൊരു പാത്ത് ഡിഫറൻസ് എക്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ റേഷ്യോ പ്രൊപ്പോർഷൻ ലാംഡ ഈസ് ടു 2π ഈസ് ആസ് എക്സ് ഈസ് ടു ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു എക്സ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത്. 2π ബൈ ലാംഡ ഇൻറ്റു ഇവിടുത്തെ എക്സ് പാത്ത് ഡിഫറൻസ് ആണ് ലാംഡ ബൈ 5. അപ്പോൾ 2π ബൈ 5 ആണ് ഇവിടുത്തെ ഫേസ് ഡിഫറൻസ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്താ പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ. ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്, 2π ബൈ ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. എപ്പോഴും ഓർത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ കാണിക്കുകയാണ്, ഇതുണ്ടോ ഈ വേവുകളെല്ലാം, ദീസ് വേവ്സ് ആർ ഇൻ ഫേസ്. ഒരേ ഫ്രീക്വൻസിയാണ്, ഒരേ ഫേസാണ്, ഒരേ പോലെയാണ്. ദീസ് വേവ്സ് ആർ ഔട്ട് ഓഫ് ഫേസ്. ഇവർ ഔട്ട് ഓഫ് ഫേസ് ആണ്. So if two waves have frequencies that vary irregularly, then their phase difference is irregular and the two waves are said to be incoherent. എപ്പോഴാണ് വേവ്സ് എന്താ പറയുക അവരുടെ ഫേസ് ഡിഫറൻസ് ഇറഗുലറായി മാറുകയെന്ന്? ഒരു വേവിന് ഈ ഫ്രീക്വൻസി, അടുത്ത വേവിന് ഈ ഫ്രീക്വൻസി, അതും പക്ഷേ ഇറഗുലറായി വേരി ചെയ്യുന്നു. ഇങ്ങനെ വേരി ചെയ്യണമെങ്കിൽ ഇവർ തമ്മിൽ നമുക്ക് കൃത്യമായൊരു ഫേസ് ഡിഫറൻസ് ഒരു പോയിന്റിലും പറയാൻ പറ്റില്ല. ഫേസ് ഡിഫറൻസ് മാറിക്കൊണ്ടേയിരിക്കും ത്രൂ ഔട്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഔട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞാലും അവിടെ ഒരു കൃത്യത ഉണ്ട്. ദ ഫേസ് ഡിഫറൻസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒരു സൈൻ വേവും ഒരു കൊസൈൻ വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്, അത് ഏത് സമയത്തും അത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഒരു ഫ്രീക്വൻസി ഇറഗുലറായി മാറുന്ന ഒരു വേവ് ആണ് എന്നുണ്ടെങ്കിൽ, രണ്ട് വേവുകൾ തമ്മിൽ ഉള്ള ഫേസ് ഡിഫറൻസ് നമ്മൾ എഴുതാൻ നോക്കിയാൽ യു വിൽ നെവർ ബി ഏബിൾ ടു റൈറ്റ് ഡൗൺ എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. ഒരു കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് എല്ലായിടത്തും നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത്തരം വേവുകളെ പറയുന്ന പേരാണ് ഇൻകൊഹിറൻറ്റ് വേവ്സ്. സോ വാട്ട് ആർ ഇൻകൊഹിറൻറ്റ് വേവ്സ്? ഇഫ് ടു വേവ്സ് ഹാവ് ഫ്രീക്വൻസീസ് ദാറ്റ് വേരി ഇറഗുലർലി, ഫ്രീക്വൻസി ഇറഗുലറായി വേരി ചെയ്താൽ അവരുടെ എന്തും ഇറഗുലറാവും, ഫേസ് ഡിഫറൻസും ഇറഗുലറാവും. ദെൻ ദീസ് ടു വേവ്സ് ആർ സെറ്റ് ടു ബി ഇൻകൊഹിറൻറ്റ്. അപ്പം നമുക്ക് വേണ്ടത് ഇൻകൊഹിറൻസി അല്ല, നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് എന്താണ് കൊഹിറൻറ്റ് വേവ്സ് എന്നാണ്. അപ്പോൾ ഇഫ് ടു ഓർ മോർ വേവ്സ് ഹാവ് ദി സെയിം ഫ്രീക്വൻസി ആൻഡ് മെയിൻറ്റെയിൻ ദ സെയിം ഫേസ് ഓർ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്, ദെൻ ദീസ് വേവ്സ് ആർ സെറ്റ് ടു ബി കൊഹിറൻറ്റ്. അപ്പോൾ ഒരു വേവ്സ് കൊഹിറൻ്റ് ആവണമെങ്കിൽ അവർക്ക് ഒന്നുകിൽ അവർ ഒരേ ഫേസിലാവണം ഇതുപോലെ, അല്ലെങ്കിൽ അവർക്ക് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് വേണം ഇതുപോലെ. ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് പറഞ്ഞാൽ എന്താ, ഇവിടെ അവർക്ക് +90, ഇവിടുത്തെ ഫേസ് -90. അപ്പോൾ ഈ സമയത്ത് ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 -90 180. ഇവിടെയുള്ള ഫേസ് ഡിഫറൻസ്, ഇവിടുത്തെ ഫേസ് 270 അല്ലേ. ഈ എൻഡിലുള്ള ഫേസ് ഡിഫറൻസ് ഇവിടെ ഇറ്റ് ഈസ് 360 ആണ്, മറ്റേത് 180 ആണ്. 360 180 ഫേസ് ഡിഫറൻസ് എഗെയിൻ 180. നിങ്ങൾ എല്ലാ പോയിൻറ്റ്സിനും ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അതായത് ഫസ്റ്റ് വേവിൻ്റെ ഫേസ് കാണുക, സെക്കൻഡ് വേവിൻ്റെ ഫേസുകൾ കാണുക, എന്നിട്ട് ഒരേ പോയിന്റ് എടുത്തിട്ട് രണ്ടിൻ്റെ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലായിടത്തും യു വിൽ ഗെറ്റ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഓഫ് 180 ഡിഗ്രി. അപ്പോൾ അവർ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിലും അവരെ കൊഹിറൻ്റ് ആണ്. അപ്പോൾ ഇതും കൊഹിറൻ്റ് ആണ്.
ബോത്ത് ദീസ് വേവ്സ്, ഇതും കൊഹിറൻ്റ് ആണ് ഇതും കൊഹിറൻ്റ് ആണ്. അവരെപ്പോഴാണ് ഇൻകൊഹിറൻ്റ് ആവുക? അവരുടെ ഫ്രീക്വൻസി, ഈ രണ്ട് വേവ്സിൻ്റെയും ഫ്രീക്വൻസി ഇറഗുലറായിട്ട്, ഒന്നിൻ്റെ ഫ്രീക്വൻസി ഒരു രീതിയിലും വേറൊന്നിൻ്റെ മറ്റൊരു രീതിയിലും, അത് തന്നെ ഇറഗുലർ ഫ്രീക്വൻസികളായി മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ഇവിടുത്തെ ഫേസും ഒരു പെർട്ടിക്കുലർ പോയിന്റിലത്തെ ഫേസും അടുത്ത പോയിന്റിലത്തെ ഫേസും കൂടി സബ്ട്രാക്ട് ചെയ്ത് ഒരു ഫേസ് ഡിഫറൻസ് കിട്ടി. പക്ഷെ ആ ഫേസ് ഡിഫറൻസ് ആവില്ല ഇവിടെ ഉണ്ടാവുക. അതായത് അവരുടെ ഫേസ് ഡിഫറൻസ് അതാവില്ല ഇവിടെയുള്ള ഫേസ് ഡിഫറൻസ്. അങ്ങനെ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ വി സേ ദാറ്റ് ദേ ആർ ഇൻകൊഹിറൻ്റ്. അപ്പോൾ കൊഹിറൻ്റ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ദ വേവ്സ് മസ്റ്റ് ഹാവ് ദി സെയിം ഫ്രീക്വൻസി ആൻഡ് ഹെൻസ് ദി സെയിം ഫേസ് ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. Then the waves are said to be coherent waves. എന്താണ് coherence? Coherence means it is the coordinated motion of several waves in the medium. Coordinated അല്ല, coordinated motion. അത് ഞാൻ വിട്ടുപോയതാണ്. Coordinated motion of several waves in a medium maintaining a fixed and predictable phase relationship over a length of time. Coherence എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവ്സിൻ്റെ ഇടയിൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്ന ഒരു ഫേസ് ഡിഫറൻസ്. എപ്പോഴാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്ന ഫേസ് ഡിഫറൻസ് ഉണ്ടാവുക? ടൈം t=0 ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി. t=10 അപ്പോഴും ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി. t=20 സെക്കൻഡ്സ് അപ്പോഴും ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 20 ഡിഗ്രി. അപ്പം ഞാൻ പറയും t=50 അപ്പോഴും അവരുടെ ഫേസ് ഡിഫറൻസ് 180 ആണെന്ന് എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരേ ഫ്രീക്വൻസിയിലും ഒരേ ഫേസ് ഡിഫറൻസിലും പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ദാറ്റ് ഈസ് കോൾഡ് കൊഹിറൻസ്. കൊഹിറൻസ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റഡ് മോഷൻ, ഒരുമിച്ചുള്ള മോഷൻ ഓഫ് സെവറൽ വേവ്സ്, കുറേ വേവ്സ് ഒരു മീഡിയത്തിൽ കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോവുകയാണ്. എങ്ങനെ പോകണു? സച്ച് ദാറ്റ് ദേ ഹാവ് എ ഫിക്സഡ് ആൻഡ് പ്രിഡിക്റ്റബിൾ ഫേസ് റിലേഷൻഷിപ്പ്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്ന ഒരു ഫേസ് റിലേഷൻ, ഒരേ ഫേസ് ഡിഫറൻസിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ കൊഹിറൻസ് എന്ന് വിളിക്കുന്നു. കൊഹിറൻറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ വേവ്സ് ഹാവിങ് സെയിം ഫ്രീക്വൻസി ആൻഡ് സെയിം ഫേസ് ഡിഫറൻസ്. ഇനി കൊഹിറൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സസ് വിച്ച് ഗിവ് ഔട്ട് ലൈറ്റ് വേവ്സ് ഹാവിങ് സെയിം ഫ്രീക്വൻസി ആൻഡ് സെയിം ഫേസ് ഓർ ഫേസ് ഡിഫറൻസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ കാര്യമാണ്, ഒപ്റ്റിക്കൽ പാത്ത്. സോ വാട്ട് ഈസ് മെൻ ബൈ ഒപ്റ്റിക്കൽ പാത്ത്? പാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ്. ഒരു വേവ് എത്ര വേവ് ലെങ്ത് ദൂരം ട്രാവൽ ചെയ്യണമെന്നുള്ളതിനെ നമുക്ക് എന്താണ് പാത്ത് എന്ന് പറയും. അങ്ങനെ രണ്ട് വേവ്സ് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വേവ്സ് തമ്മിൽ പാത്തുകളുടെ വ്യത്യാസത്തെ, അതായത് ആദ്യത്തെ വേവ് ഒരു 3 വേവ് ലെങ്ത് ദൂരം 3 ലാംഡ ദൂരം സഞ്ചരിച്ചു, രണ്ടാമത്തെ വേവ് ഒരു 2 ലാംഡ ദൂരം സഞ്ചരിച്ചുകൊണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഈസ് 3 ലാംഡ ബൈ -2 ലാംഡ ഈക്വൽ ടു ലാംഡ. പക്ഷെ വാട്ട് ഈസ് ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അർത്ഥം എന്താണ്? അതായത് നമുക്ക് രണ്ട് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 വേവ്സ്. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഫസ്റ്റ് വേവ് ട്രാവൽ ചെയ്ത ദൂരം 5 ലാംഡ മെഷർ ചെയ്തു. പിന്നെ നമ്മൾ സെക്കൻഡ് വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരം 2 ലാംഡ മെഷർ ചെയ്തു. രണ്ടിനും വ്യത്യാസം കണ്ടു. 5 ലാംഡ -2 ലാംഡ ഈസ് ഈക്വൽ ടു 3 ലാംഡയാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ്. പക്ഷേ ഇതിൽ ഒരു വേവ് എയറിൽ കൂടെയും മറ്റേ വേവ് വാട്ടറിൽ കൂടെയാണ്. ഒരു ലൈറ്റ് വേവ് പോണത് എയറിൽ കൂടെ, രണ്ടാമത്തെ വേവ് പോണത് വാട്ടറിൽ കൂടെ. ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ വേവ് ട്രാവൽ ചെയ്ത ദൂരം ഞാൻ പറയുകയാണ്, അത് d ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ വേവ് അല്ലെങ്കിൽ അത് 10 സെൻറ്റിമീറ്ററാണ് ആദ്യത്തെ വേവ് എയറിൽ കൂടെ ട്രാവൽ ചെയ്തത്. രണ്ടാമത്തെ വേവ് വാട്ടറിൽ കൂടെ ഒരു വാട്ടർ കൂടെ അല്ലെങ്കിൽ ഗ്ലാസ് കൂടെ 5 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തു എന്ന് കരുതുക. ഇറ്റ് ട്രാവൽ 5 സെൻറ്റിമീറ്റേഴ്സ് ത്രൂ ഗ്ലാസ്. അപ്പം നമ്മൾ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എങ്ങനെ കാണും? വെറുതെ 10 - 5 ചെയ്തിട്ട് 5 ആണോ അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്? അങ്ങനെ നമുക്ക് വി കനോട്ട് സബ്ട്രാക്ട് ലൈക്ക് ദാറ്റ്. വൈ? Because suppose you are finding out, you want to find out the distance covered between 2 people. രണ്ടാൾക്കാർ സഞ്ചരിക്കുന്ന ദൂര വ്യത്യാസം എനിക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഇഫ് 1 പേഴ്സൺ ഈസ് റണ്ണിങ്, ഒരാൾ ഓടുകയാണ് മറ്റേ ആൾ നീന്തുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ദൂര വ്യത്യാസം കാണുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അതായത് ഒരാൾ നടന്നിട്ട് ഒരാൾ 10 കിലോമീറ്റർ നീങ്ങി, മറ്റേ ആൾ നീന്തിയിട്ട് 1 കിലോമീറ്റർ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവർ തമ്മിലുള്ള ദൂര വ്യത്യാസം 10 - 1 ആ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് പാത്ത് ഡിഫറൻസ് കാണണമെങ്കിൽ രണ്ടാളും
ഒരേ മീഡിയത്തിൽ കിടക്കണം, ഒരേ സ്പീഡിൽ പോയി അവരെത്ര ദൂരം കവർ ചെയ്യണു എന്നുള്ള പാത്ത് ഡിഫറൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ, ഈ വാട്ട് ഐ വിൽ ഡു ഈസ് I will convert the distance travelled by the light wave in a medium. ഇപ്പോൾ ഇവിടെ ഗ്ലാസ്സിൽ കൂടെ ലൈറ്റ് വേവ് ട്രാവൽ ചെയ്ത ദൂരത്തിന് ഞാൻ ഈ മീഡിയത്തിലല്ലായിരുന്നുവെങ്കിൽ ഈ ലൈറ്റ് വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു, അതായത് ഈ മീഡിയത്തിലല്ലാതെ എയറിലായിരുന്നുവെങ്കിൽ അത് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു എന്നുള്ള ദൂരത്തിലേക്ക് ആക്കി മാറ്റും. ആ എയറിലേക്ക് കിട്ടുന്ന അതായത് ആക്ച്വലി അത് ട്രാവൽ ചെയ്യുന്നത് ഒരു മീഡിയത്തിൽ കൂടെയാണ്, പക്ഷേ അത് മീഡിയമല്ല എയർ ആയിരുന്നുവെങ്കിൽ അത് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു എന്നുള്ള ആ സംഖ്യേനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുക. ഒപ്റ്റിക്കൽ പാത്ത് ഈസ് ദി ഈക്വാലൻ്റ് ഡിസ്റ്റൻസ് traveled by a light ray in air when it actually covers a distance d through a medium of refractive index mu. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ആക്ച്വലി വേവ് ട്രാവൽ ചെയ്യണത് ഡി ദൂരം ഏതു കൂടെ, ഒരു മീഡിയത്തു കൂടെ, ഹാവിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. അങ്ങനെ ആക്ച്വലി അത് ആ ദൂരമാണ് കവർ ചെയ്യുന്നതെങ്കിൽ എത്ര ദൂരമായിരിക്കും അത് ഈ മീഡിയത്തിലല്ലാതെ എയറിലായിരുന്നുവെങ്കിൽ ട്രാവൽ ചെയ്യുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ദി ഒപ്റ്റിക്കൽ പാത്ത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ വെച്ചാൽ, എങ്ങനെയാണ് ആ ഇക്വാലൻ്റ് പാത്ത് കണ്ടുപിടിക്കുക പറഞ്ഞാൽ, മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്ന ദൂരത്തിന് നമ്മൾ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ രണ്ടാമത്തെ വേവ് ഒരു മീഡിയത്തിൽ കൂടെ 5 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്റ്റിക്കൽ പാത്ത് എനിക്ക് എങ്ങനെ കാണാൻ പറ്റും? ഐ മൾട്ടിപ്ലൈ 5 വിത്ത് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. ഇപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെങ്കിൽ 1.5 ഇൻറ്റു 5 ദാറ്റ് ഈസ് 7.5 സെൻറ്റിമീറ്റേഴ്സ്. അതാണ് അത് ഈ ഗ്ലാസ്സിലല്ലായിരുന്നുവെങ്കിൽ, ഇതേ ലൈറ്റ് വേവ് എയറിലായിരുന്നുവെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന ദൂരം 7.5 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ എനിക്കിനി എന്ത് ചെയ്യാം? പാത്ത് ഡിഫറൻസ് നേരിട്ട് കാണാം. ആദ്യത്തെ വേവ് എയറിൽ 10 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തു, രണ്ടാമത്തെ വേവ് മീഡിയത്തിൽ 5 സെൻറ്റിമീറ്റർ ആണെങ്കിലും മീഡിയം ഇല്ലായിരുന്നുവെങ്കിൽ അത് 7.5 സെൻറ്റിമീറ്റേഴ്സ് എയറിൽ ട്രാവൽ ചെയ്യായിരുന്നു. സോ 10 - 7.5 is equal to 2.5. അതാണ് ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്. പറയുന്നത് മനസ്സിലാവും. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ഈസ് എന്താ? ഈ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മ്യൂ ഇൻറ്റു ഡി. ഒപ്റ്റിക്കൽ പാത്ത് മ്യൂ ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഈക്വാലൻ്റ് ഡിസ്റ്റൻസ്, അത് തുല്യമായ ഡിസ്റ്റൻസ് ഈ ലൈറ്റ് വേവ് എയറിൽ ട്രാവൽ ചെയ്യുമായിരുന്ന ഡിസ്റ്റൻസ്. എപ്പോൾ അത് ശരിക്കും അതൊരു മീഡിയത്തിൽ ഡി ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ അത് എയറിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ കൺവേർഷനാണ് ഇപ്പോൾ ഈ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഞാൻ കരുതണു. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ഈസ്, അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരുന്നത്. അതായത് കൺസിഡർ എ റേ ഓഫ് ലൈറ്റ് കവറിങ് എ ഡിസ്റ്റൻസ് ഡി ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. ഇത് മാത്രം ഇപ്പോൾ മനസ്സിലാലോചിക്കുക. എന്ത്? ഒരു റേ ഉണ്ട്, അത് ലൈറ്റ് റേ ഇങ്ങനെ പോവുകയാണ്. എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു? സ്മോൾ ഡി ദൂരം ഒരു മീഡിയത്തിൽ കൂടെ, ഗ്ലാസ് കൂടെ കടന്നു പോകണു. ഹാവിങ് വെലോസിറ്റി വി ഇൻ എ ടൈം ടി. ഒരു ടൈം ടിയിലാണ്, ടി എന്ന് പറയുന്ന സമയം ഒരു 10 സെക്കൻഡിലാണ് അത് ഈ മീഡിയത്തിൽ കൂടെ 5 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്യണത്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. അതിപ്പോൾ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ട്രാവൽ ഈസ് ഈക്വൽ ടു മീഡിയത്തിലെ വെലോസിറ്റി ഇൻറ്റു ടൈം. മീഡിയത്തിലെ വെലോസിറ്റി ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എനിക്ക് ഇതിനെ ഈക്വാലൻ്റ് ഡിസ്റ്റൻസ് ഇൻ എയർ ആക്കി മാറ്റണം. അതായത് ഇതേ സമയം ടിയിൽ ഇത് മീഡിയത്തിൽ കൂടെ അല്ലായിരുന്നുവെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യായിരുന്നു? അതിന് ഞാൻ എന്ത് ചോദിച്ചാൽ, ഇതേ സമയം ടിയിൽ എയറിൽ അത് എത്ര ദൂരം ട്രാവൽ ചെയ്യും? എയറിൽ ട്രാവൽ ചെയ്യുന്ന ദൂരം ഡി ഡാഷ് ആണെങ്കിൽ ഡി ഡാഷ് വിൽ ബി ഈക്വൽ ടു എയറിലെ വെലോസിറ്റി ഇൻറ്റു സെയിം ടൈം സി ഇൻറ്റു ടി. ദാറ്റ് ഈസ് സി ഇൻറ്റു ടി എന്നുള്ളത്. സീനെ ഞാൻ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? സി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി. സി ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സി ബൈ വി. അതൊന്ന് മ്യൂ വി എന്ന് പറഞ്ഞാലാണ് സി. അപ്പോൾ ആ മ്യൂ വിനെ ഞാൻ സിയുടെ സ്ഥാനത്ത് ഇതിലിടുന്നു. സോ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? മ്യൂ ഇൻറ്റു വി ഇൻറ്റു ടി ഡി ആണ്. അപ്പോൾ ഡി ഡാഷ്, അതായത് എയറിലല്ലായിരുന്നുവെങ്കിൽ ഇത് ട്രാവൽ ചെയ്യാവുന്ന ദൂരം, ഇറ്റ് ഈസ് വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ
ഡി ഡാഷ് ഈക്വൽ ടു മ്യൂ ഡി. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ പലപ്പോഴും ലൈറ്റ് റേസിൻ്റെ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടി വരും. പാത്ത് ഡിഫറൻസ് ആണ് ഇൻ്റർഫറൻസിലും ഡിഫ്രാക്ഷനിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രധാന ക്വാണ്ടിറ്റി പാരാമീറ്റർ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് വെൻ യു കാൽക്കുലേറ്റ് ദി പാത്ത് ഡിഫറൻസ്, വൺ ഓഫ് യുവർ ലൈറ്റ് റേ വിൽ ബി ലൈയിങ് ഇൻ വൺ മീഡിയം ആൻഡ് ദി അതർ വൺ വിൽ ബി ഇൻ ദി അതർ മീഡിയം. രണ്ട് വ്യത്യസ്ത മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന റേസിൻ്റെ പാത്ത് ഡിഫറൻസ് നേരിട്ട് നമുക്ക് അവർ ട്രാവൽ ചെയ്ത ദൂരങ്ങൾ ഡയറക്റ്റ്ലി സബ്ട്രാക്ട് ചെയ്താൽ കിട്ടാൻ പറ്റില്ല. അത് കാരണം ആ ബേസിസ് കറക്റ്റ് അല്ലേ, അല്ലേ, ഒരാൾ ഓടണു ഒരാൾ നീന്തണു, അപ്പോൾ അവർ തമ്മിൽ ആരാ ആദ്യം എത്തിയതെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യണം, രണ്ടാളി ഓടുന്ന തലത്തിലേക്ക് കൊണ്ടുവരണം. അതായത് ഈ രണ്ട് മീഡിയത്തിൽ കൂടെ പോണ വേവ്സിന് നമ്മൾ എന്ത് ചെയ്യും, അവരെ രണ്ടാളുടെയും ഒപ്റ്റിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് അവർ ഈ മീഡിയത്തിൽ അല്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോഴുള്ള കോമൺ പ്ലാറ്റ്ഫോം ആരാണ്, എയറോ അല്ലെങ്കിൽ വാക്വമാണ് നമ്മുടെ ആ കോമൺ മീഡിയം. അപ്പോൾ രണ്ടാളെയും നമ്മൾ എന്ത് ചെയ്യും, എയറിൽ ഇത് ട്രാവൽ ചെയ്യാൻ സാധ്യതയുള്ള ദൂരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, മീഡിയത്തിൻ്റെ ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ, അതായത് ഇപ്പോൾ ഒരു വേവ്, അത് ഞാൻ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ്. വൺ ഈസ് ട്രാവലിംഗ് ത്രൂ സേ വാട്ടർ വിത്ത് 10 centimeters through water. The other is traveling 5 centimeter through glass. ഒരു ലൈറ്റ് വേവ് 10 സെൻറ്റിമീറ്റർ വെള്ളത്തിൽ കൂടെ ട്രാവൽ ചെയ്യണു, രണ്ടാമത്തെ വേവ് 5 സെൻറ്റിമീറ്റർ ഗ്ലാസ് കൂടെ ട്രാവൽ ചെയ്യണു. ഇവരുടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറയുകയാണ്. പാത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നേരിട്ട് 10 - 5 = 5 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം രണ്ട് മീഡിയത്തിലും ഇവർക്ക് രണ്ട് വ്യത്യസ്ത വെലോസിറ്റിയാണ് ലൈറ്റിന്. സോ യു ഹാവ് ടു, നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിൽ ട്രാവൽ ചെയ്ത ലൈറ്റ് വേവ് വെള്ളമല്ലായിരുന്നു, എയർ ആയിരുന്നെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു, അതായത് അതിൻ്റെ ഒപ്റ്റിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ലൈറ്റ് വേവിൻ്റെയും അത് ഗ്ലാസ്സിലല്ലായിരുന്നുവെങ്കിൽ എയറിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു, ആ ദൂരം നമ്മൾ കണ്ടുപിടിക്കണം. അവിടുത്തെ ഒപ്റ്റിക്കൽ പാത്ത് വേണം. അപ്പോൾ ആദ്യത്തെ കേസിൽ ഒപ്റ്റിക്കൽ പാത്ത് ഡി ഡാഷ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി. മ്യൂ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മ്യൂ 1.33 × 10, അതായത് ഇറ്റ് ഈസ് 13.3 സെൻറ്റിമീറ്റേഴ്സ് കിട്ടും. രണ്ടാമത്തെ കേസിൽ 1.5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇൻറ്റു 5 സെൻറ്റിമീറ്റേഴ്സ് 7.5 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ 13.3 - 7.5 ആണ് ഇപ്പം നമ്മുടെ ആൻസർ. അതാണ് ഇവിടുത്തെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ ഓഫ് യു നൗ, ഒപ്റ്റിക്കൽ പാത്തും ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസും. അപ്പോൾ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ് ഈസ് ഒപ്റ്റിക്കൽ പാത്ത് ആൻഡ് ഫേസ് ചേഞ്ച്. അതായത് ഫേസ് ഡിഫറൻസും വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ പാത്ത് ആൻഡ് ഫേസ് ഡിഫറൻസ്. അതായത് നമുക്കറിയാം ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ഇതിപ്പോൾ ഞാൻ തൊട്ട് മുന്നേ നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, ഡെൽറ്റ ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ ഇതിന് പകരം, പാത്ത് ഡിഫറൻസിന് പകരം അവിടെ നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ഡി ഡാഷ് ആണെങ്കിൽ എന്ത് ചെയ്യും, ദെൻ ഡെൽറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ മ്യൂ ഡി ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഡെൽറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു മ്യൂ ഡി. ദാറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ പാത്ത് ആൻഡ് ഫേസ് ഡിഫറൻസ്. നെക്സ്റ്റ് ഇനി ഒരു പുതിയ കോൺസെപ്റ്റും കൂടി, ലാസ്റ്റ് വൺ, പെട്ടെന്ന് മനസ്സിലാക്കാം, അതും കൂടി പഠിക്കാണ്ട്. അതായത് ഇഫക്റ്റ് ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഒരു ലൈറ്റ് റേ ഇപ്പോൾ ഇറ്റ് ഈസ് ട്രാവലിംഗ് ത്രൂ എയർ ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ഫ്രം എ സെക്കൻഡ് മീഡിയം. അതായത് ലൈറ്റ് റേ എയർ കൂടെ വന്ന് വെള്ളത്തിൻ്റെ മുകളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണെന്ന് കരുതുക. അപ്പോൾ അത് എവിടെ നിന്നാണ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്, വെള്ളത്തിൻ്റെ സർഫസിൽ നിന്ന്. അപ്പോൾ എയർ ഈസ് എ റെയറർ മീഡിയം ആൻഡ് water is a denser medium. So a ray of light is traveling through a rarer medium and getting reflected from a denser medium. അപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, ദാറ്റ് ഈസ് ഇതാണ്, എ ലൈറ്റ് വേവ് ട്രാവലിംഗ് ഫ്രം a rarer medium to a denser medium undergoes a phase change of pi when it gets reflected at the
ബൗണ്ടറി ഓഫ് ദി ഡെൻസർ മീഡിയം. അതായത് ഡെൻസർ മീഡിയത്തിന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ അതിനൊരു 180 ഡിഗ്രി ഫേസ് ചേഞ്ച് അവിടെ സംഭവിക്കണം. അതായത് ഒരു കൊസൈൻ വേവാണ് വന്നതെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ അത് എന്തായി മാറിയിട്ടുണ്ടാവും? അതൊരു സൈൻ വേവായി മാറിയിട്ടുണ്ടാവും. എപ്പോൾ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ? റെയറർ മീഡിയത്തിൽ കൂടെ സഞ്ചരിച്ച് വന്ന് ഡെൻസർ മീഡിയത്തിൻ്റെ സർഫസിൽ നിന്നാണ് ലൈറ്റ് റേ റിഫ്ലക്റ്റഡ് ആവുന്നതെങ്കിൽ, ദാറ്റ് ഈസ് വെൻ എ ലൈറ്റ് റേ ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം traveling from a denser medium to a rarer medium, then it will undergo a phase change of 180 degree at the denser medium. പിന്നെ if it is going from a denser medium to a rarer medium, denser നിന്ന് rarer, അതായത് ഗ്ലാസ് കൂടെ വന്ന് എയർമ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? there will be no phase change. ഒരു ഫേസ് ചേഞ്ചും അവിടെ ഉണ്ടാവില്ല. മറ്റേതാണെങ്കിൽ അവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ചേഞ്ച് അവിടെ സംഭവിക്കും. മനസ്സിലായോ? അതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെൻ എ ലൈറ്റ് റേ ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ സർഫസ്, a part of the light gets reflected and part gets transmitted or absorbed. ഇത് ഞാൻ എന്ത് ചെയ്യാം വെച്ചാൽ ഇതിൻ്റെ PDF നോട്ട് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്ലാസ് റൂമിൽ ഇടാം. അപ്പോൾ ഈ പ്രൂഫിൻ്റെ ഭാഗം യു ക്യാൻ ലേൺ ഇറ്റ് ഓൺ യുവർ ഓൺ. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് കൊഹിറൻസ് എന്താണ്, ഒപ്റ്റിക്കൽ പാത്ത് എന്താണ്, പിന്നെ ഇഫക്റ്റ് ഓഫ് റിഫ്ലക്ഷൻ on light rays, ഇതൊക്കെയാണ് ഇതിൻ്റെ പുതിയ കോൺസെപ്റ്റ്സ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. സോ വെൻ ഐ കം ഫോർ ദി ലൈവ് സെഷൻ ഓൺ Tuesday, we will discuss if you have any doubts. Okay, thank you.